രാജ്യത്ത് വർദ്ധിപ്പിച്ച പാചകവാതക വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയുമാണ് കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിന് 920 രൂപയായി. ആതിര ജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആതിര, ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ ഈ വിലവർദ്ധനവ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ശ്രുതി, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിലവർദ്ധനവ് നടപ്പിലായത്. വാണിജ്യ സിലിണ്ടറിന്റെയും ഗാർഹിക സിലിണ്ടറിന്റെയും വില കൂട്ടിയിട്ടുണ്ട്. 14.2 കിലോഗ്രാം സിലിണ്ടറിന് ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയത്. ദില്ലിയിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില ഇതോടെ 913 രൂപയായി. കേരളത്തിൽ 920 രൂപയാണ് സിലിണ്ടർ ഒന്നിൽ വില വർധനവ് നടപ്പിലാകുമ്പോൾ വരിക. നേരത്തെ ഇത് 863 രൂപയായിരുന്നു. ഇന്ന് തന്നെ വിലവർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വാണിജ്യ സിലിണ്ടറിന് 115 രൂപയാണ് കൂട്ടിയത്. കേരളത്തിൽ 1890 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർധന വരിക. ദില്ലിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയാണ് ഇന്നു മുതൽ വില വർധനവ് നടപ്പിലാകുന്നത്. നേരത്തെ വാണിജ്യ സിലിണ്ടറിന് മാർച്ച് 1-നും വില വർധനവ് നടപ്പിലാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇത്തരത്തിൽ വാണിജ്യ സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറിനും വില വർധനവ് നടപ്പിലാക്കിയതോടെ ഒരു തിരിച്ചടിയാണെന്ന് തന്നെ പറയാം. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുന്നതോടെ ഹോട്ടൽ മേഖലകളിലും വാണിജ്യ വ്യാപാര റെസ്റ്റോറന്റ് മേഖലകളെല്ലാം തന്നെ തിരിച്ചടി നേരിടേണ്ടി വരും. ശരി, ആതിര ജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.